11ാമത് ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ് കഴിഞ്ഞ ശനിയാഴ്ച ഒരു ദൃശ്യ മാമാങ്കം തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും. ഗ്ലിറ്റ്സും ഗ്ലാമറും ഫാഷനും എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു ദിവസം. മിസ് ആൻഡ് മിസസ് UK പട്ടത്തിനു വേണ്ടി സുന്ദരിമാരെ അണിഞ്ഞൊരുങ്ങിയെന്ന് മത്സരിച്ച ദിവസം. ബ്യൂട്ടി കോൺടെസ്റ്റ് മാത്രമല്ല, അതിനിടയിലൂടെ വ്യത്യസ്ത തരത്തിലുള്ള കലാപരിപാടികൾ, സിനിമാറ്റിക് ഡാൻസ്, തിരുവാതിര, മാർഗംകളി എന്നുവേണ്ട എല്ലാവിധ നാടൻ ഐറ്റംസും, ഇത് കണ്ടില്ലേ, കഥകളിയും തെയ്യവും എല്ലാം UK മണ്ണിൽ വന്ന് കാഴ്ചയൊരുക്കി. വൈലോപ്പിള്ളിയുടെ മാമ്പഴം കവിത ദൃശ്യാവിഷ്കാരം ചെയ്തപ്പോൾ സത്യത്തിൽ കണ്ടു നിന്നവരെ കണ്ടു നിറഞ്ഞു. അത്ര ഇൻവോൾവ് ചെയ്തൊരു പെർഫോമൻസ് ആയിരുന്നു അത്. ഇനി നാഗവല്ലിയും രാമനാഥനും അതുപോലെ ഭൂതപ്പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കണ്ണ് പറിച്ചു കൊടുത്ത് തൻ്റെ ഉണ്ണിയെ ഭൂതത്തിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിച്ചൊരു അമ്മയെപ്പറ്റി. ആ കഥയൊക്കെ അവിടെ അവതരിപ്പിച്ചപ്പോൾ ശരിക്കും നമ്മളതിൽ വളരെ ഇൻവോൾവ് ആയിട്ടിരുന്നു പോകും. അത്രയ്ക്ക് ഗംഭീരമായിരുന്നു അവരുടെ പെർഫോമൻസ് എന്ന് പറയാതെ വയ്യ. ഒന്നും പോരാഞ്ഞിട്ട് ദ്രൗപദി, അതായത് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപവും അതിനെ തുടർന്നുണ്ടായ മഹാഭാരത യുദ്ധം വരെ ആ വേദിയിൽ അരങ്ങേറി. ഇത്രയും കഴിവുറ്റ കലാകാരന്മാർ ഒന്നിച്ച് ഇവിടെ UK ഇപ്പോൾ അവൈലബിൾ ആണെന്നുള്ളത് തന്നെ ശരിക്കും അത്ഭുതം തരുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ. ഇനി സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് വന്നത് വേറെ ആരുമല്ല, ധ്യാൻ ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ നർമ്മ സംഭാഷണം പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എനിക്കൊരു ചെറിയ ഭാഗമാകാൻ പറ്റി കേട്ടോ. ലെസ്റ്ററിൽ നിന്ന് പോയ ലാസിക കേന്ദ്രയുടെ ഭാഗമായിട്ട് നാടൻ നൃത്തം അവതരിപ്പിച്ച് ഞാനും ഇതിലൊരു ചെറിയ പാർട്ടായി മാറി. ഞങ്ങളുടെ നാടൻ നൃത്തത്തിൽ 24 പേരാണ് അണിനിരുന്നത്. അതും അതിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ് ആയിരുന്നു. അതുമാത്രമല്ല കേട്ടോ, കാണികളും കൂടെ എഴുന്നേറ്റ് തുള്ളി എന്നുള്ളതാണ് അതിൻ്റെ രസം. കാരണം എന്താണ്, നാടൻ പാട്ട് കലാഭവൻ ചേട്ടൻ്റെയാണ്. അത് കേട്ടിട്ട് കസേരയിൽ ഒതുങ്ങിയിരിക്കാൻ നമുക്ക് മലയാളികൾക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എഴുന്നേറ്റ് ജോയിൻ ചെയ്ത ഒരു ഡാൻസ് ആയിരുന്നു. ഫ്രീ എൻട്രിയാണ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ജനത്തിരക്ക് ഉണ്ടായിരുന്നു. അതിൻ്റേതായ ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയാതെ വയ്യ. കാരണം ഓഡിറ്റോറിയത്തിൽ സ്ഥലപരിമിതിയുടേതായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് ഒഴിച്ചു നിർത്തിയാൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു അമേസിങ് ആയിട്ടുള്ള ഡേ ആയിരുന്നു. ദൃശ്യ കലാവിരുന്നുകളുടെ മാമാങ്കം എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു ദിവസമായിരുന്നു ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ്.